السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وعلى أصحابه وعلى أزواجه وعلى مشايخنا وعلى والدينا. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനിനോടനുബന്ധിച്ച് ചെറിയ ശ്രദ്ധ കൊടുത്താൽ വലിയ നേട്ടം കൊയ്തെടുക്കാൻ പറ്റിയ അമലുകളെ കുറിച്ചാണ് നാം പറയുന്നത്. 24ാമത്തെ ക്ലാസ്സാണ്. പരിശുദ്ധ റമദാൻ ഇതാ നമ്മോട് വിട പറയാൻ പോകുന്നു. വളരെ ചുരുങ്ങിയ ദിനരാത്രങ്ങളാണ് ഇനിയുള്ളത്. എല്ലാവരും കൂടുതൽ ശ്രദ്ധിച്ച് സമയത്തെ വളരെ ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഹറാമുകൾ വരുന്നത് നന്നായി സൂക്ഷിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള ഒറ്റയായ രാത്രികളെ ഇനി കൂടുതൽ ശ്രദ്ധിക്കുക. അവിടെയും ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ തങ്ങൾ നമുക്ക് റഹ്മത്ത് ചെയ്തു തന്നത് കാണാം, ഡിജിറ്റലൈസ് ചെയ്ത് തന്നത് കാണാം. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അവിടുന്ന് പറയുന്നത് കാണാം, അൻ സയ്യിദിന അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി, ആരെങ്കിലും ലൈലത്തുൽ ഖദറിന്റെ ദിവസത്തിൽ തറാവീഹ് നിസ്കാരം ഉറച്ച ഈമാനോടെയും ലോകമാന്യമില്ലാതെ അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ആശിച്ചുകൊണ്ടും നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ അവന്റെ പാപങ്ങളൊക്കെ മാപ്പ് ചെയ്യപ്പെടുന്നതാണ്. മാഷാ അല്ലാഹ്, വല്ലാത്തൊരു ഓഫറാണ്. ഇവിടെ മൻ ഖാമ റമളാന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും തറാവീഹ് നിസ്കാരമാണ്. അത് ഭംഗിയായി നിർവഹിക്കുക. ഇനി അതിന് സാധിക്കാത്തവരുണ്ടാകും. അവര് മറ്റു ഇബാദത്തുകളെ കൊണ്ട് ആ രാത്രിയെ സജീവമാക്കിയാലും മതി എന്ന് ഇമാം മുനാവി റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള മഹാന്മാര് പറഞ്ഞത് കാണാം. രാത്രി നിസ്കരിക്കാൻ സമയം കിട്ടാത്ത ജോലിയുള്ളവരുണ്ടാകും, പ്രവാസികളൊക്കെ പോലെ. അത്യാവശ്യമായ വീട്ടുജോലികളിൽ മുഴുകിയും പ്രായം ചെന്ന ഉമ്മമാരെയും ഉപ്പമാരെയും ഭർത്താക്കന്മാരെയും ശുശ്രൂഷിക്കുന്നതിൽ മുഴുകിയുമൊക്കെ സമയവും സൗകര്യവും കിട്ടാത്ത സഹോദരിമാരുമുണ്ടാകും. അല്ലാതെ മാർക്കറ്റിൽ തണ്ടിയോ അനാവശ്യങ്ങളിൽ ചെലവഴിച്ചോ അല്ല. ഇങ്ങനെയൊക്കെ സാധിക്കാത്തവരുണ്ടാവും. അവർക്കൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണം, ദിക്റുകൾ, സ്വലാത്തുകൾ, ഇൽമു പഠിക്കൽ പോലുള്ളവ കൊണ്ട് സജീവമാക്കിയാലും ഇതേ പുണ്യം കിട്ടുമെന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം. പരിശുദ്ധ ഖുർആൻ നോക്കി ഓതാൻ കഴിയാത്തവര് കാണാതെ കിട്ടുന്ന സൂറത്തുകൾ ഓതിയാൽ മതി. നമ്മുടെ സൂറത്തുൽ ഇഖ്ലാസിന്റെ ഓഡിയോ ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഉപയോഗപ്പെടുത്താം. അതും രാത്രി മുഴുവനും ഇങ്ങനെ കഴിച്ചു കൂട്ടണോ? വേണ്ട. രാത്രിയുടെ പകുതിയിലധികം സമയം ഇങ്ങനെ മുഴുകിയാൽ മതി എന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം അതിനൊന്നും സാധിക്കാത്തവർക്ക് ആ രാവുകളിലെ മഗ്രിബും ഇശാഉം സുബ്ഹിയും ജമാഅത്തായി ആത്മാർത്ഥതയോടെ നിസ്കരിച്ചാൽ തന്നെ ഈ പുണ്യം കിട്ടുമെന്ന അഭിപ്രായം ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ് അതൊക്കെ. നോക്കൂ നിങ്ങൾ, ഒരൊറ്റ രാത്രിയിൽ ആത്മാർത്ഥമായി മഗ്രിബും ഇശാഉം അവയുടെ സുന്നത്തുകളും തറാവീഹും വിത്റുമൊക്കെ ജമാഅത്തായി നിസ്കരിച്ചാൽ തന്നെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പൊറുക്കുമെന്ന്. മാഷാ അല്ലാഹ്, എത്ര വലിയ ഓഫറും റഹ്മത്തുമാണ് ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ തങ്ങൾ നമുക്ക് തന്നത്. വർഷത്തിൽ ഒരിക്കൽ വരുന്ന റമദാനിൽ പോലും അത് ശ്രദ്ധിക്കാനോ പാലിക്കാനോ ഗൗനിക്കാനോ നമുക്ക് സമയമില്ലെന്നത് വളരെ ഖേദകരമാണ്. ഏത് ജോലി ചെയ്യുമ്പോഴും നമ്മുടെ നാവും മനസ്സും ഫ്രീ ആയിരിക്കുമല്ലോ. ആ സമയത്ത് നമ്മുടെ വിവിധ ദിക്റുകളുടെ ഓഡിയോകൾ ഉപയോഗപ്പെടുത്തി അവയുടെ കൂടെ ചൊല്ലാം. അവയിൽ പലതും നാം റമദാൻ ക്ലാസുകൾക്ക് കൂടെ പോസ്റ്റ് ചെയ്തിരുന്നു. ഇനിയുമുണ്ട് അസ്മാഉൽ ഹുസ്ന, ഹദ്ദാദ് റാത്തിബ്, വിർദുൽ ലത്തീഫ്, റാത്തിബുൽ അത്താസ്, ബുർദ,
സൂറത്തു യാസീൻ, സൂറത്തു തബാറക്ക പോലുള്ളവയുടെ ഒക്കെ ഓഡിയോകൾ ആവശ്യമുള്ളവർ അഡ്മിൻസിനോട് ചോദിച്ചാൽ അവർ അയച്ചു തരും. അവയിൽ നിന്നൊക്കെ ഓരോരുത്തർക്കും താല്പര്യമുള്ളതും സാധിക്കുന്നവയുമായവ നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ജോലിക്കിടെ അവ ചൊല്ലാവുന്നതാണ്. വല്ലാത്ത സന്തോഷം, അത് കേട്ടിങ്ങനെ ചൊല്ലാം, വല്ലാത്ത സന്തോഷം ലഭിക്കുകയും നാം ചെയ്യുന്ന ജോലികളിൽ ബറക്കത്തും റാഹത്തും ലഭിക്കുകയും ചെയ്യും. ക്ഷീണമോ ടെൻഷനോ ഉണ്ടാവുകയില്ല. ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാവുകളിൽ പ്രത്യേകിച്ചും ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അന്നയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലാൻ നിർദ്ദേശിച്ച അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ ചൊല്ലുക. അതിൻ്റെ ആശയം, അള്ളാഹുവെ നീ പാപ്പികൾക്ക് മാപ്പ് നൽകുന്നവനാണല്ലോ, മാപ്പ് ചെയ്തു കൊടുക്കുക എന്നത് നിനക്ക് ഇഷ്ടവുമാണ്, അത് നിന്റെ വിശേഷണമാണ്. അതുകൊണ്ട് എനിക്കും നീ മാപ്പ് തരണേ അല്ലാഹ് എന്നാണ് ഫഅഫു അന്നി എന്നതിൻ്റെ അർത്ഥം. അഫുവ് എന്നത് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മാണ്. നിരവധി ആയത്തുകളിൽ ഈ അഫുവ് കാണാം. കൂടാതെ അല്ലാഹുമ്മയിലെ അള്ളാഹു എന്നത് അവന്റെ മുബാറക്കായ നാമമാണ്. തുഹിബ്ബുൽ അഫ്വ എന്നത് അള്ളാഹുവിന്റെ വല്ലാത്തൊരു വിശേഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയെ ഇഷ്ടപ്പെടുന്നവനാണ് എന്നല്ല പറഞ്ഞത്. എന്തെല്ലാം തെമ്മാടിത്തങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും, സബഉൽ മൂബിക്കാത്ത് നമ്മൾ ചെയ്യുന്നുണ്ടാകും, അതുപോലെ നിസ്കാരങ്ങൾ നമ്മൾ ഖളാ ആക്കുന്നുണ്ടാവും മനഃപൂർവ്വം. എന്നാലും അത്തരക്കാരെ പിടിച്ച് ശിക്ഷിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നല്ല അള്ളാഹു പറഞ്ഞത്. മറിച്ച് ശിക്ഷിക്കുന്നതിനേക്കാളും അവനിഷ്ടം മാപ്പ് കൊടുക്കലാണെന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ രാത്രിയിലും ആരെങ്കിലും മാപ്പിന് ചോദിക്കുന്നവരുണ്ടോ എന്ന് ചോദിക്കുന്നവർ അവർക്ക് പുറത്തു കൊടുക്കാൻ ഞാൻ റെഡിയാണ് എന്ന് ഹദീസിൽ വന്നത്. അപ്പോൾ ഈ അള്ളാഹു, അതുപോലെ അഫുവ് എന്ന രണ്ട് നാമങ്ങളും അതുപോലെ തുഹിബ്ബുൽ അഫ്വ എന്ന വിശേഷണവും അടങ്ങിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ നാവിലൂടെ വന്ന ദുആയാണ് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദുആ. അധിക ഹദീസ് പണ്ഡിതന്മാരും ഉദ്ധരിച്ച ഹദീസിൽ ഈ ദുആ കാണാം. ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹ പറയാണ്, കൊഴുത്തു, ഒരു ദിവസം ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകരെ, അറഅയ്ത ഇൻ അലിംതു അയ്യു ലൈലത്തിൻ ലൈലത്തുൽ ഖദ്രി മാ അഖൂലു ഫിഹാ. അല്ല ഹബീബായവരെ, മാഷാ അല്ലാഹ്, ഉമ്മാന്റെ വല്ലാത്തൊരു ജിജ്ഞാസയാണത്. അല്ല ഹബീബായവരെ, ലൈലത്തുൽ ഖദ്ർ ഏത് ദിവസമാണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്താന്ന് പറയേണ്ടത്? വല്ലാത്തൊരു ചോദ്യമാണത്. അപ്പൊ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൂലി ആയിഷു, നിങ്ങൾ പറഞ്ഞോളൂ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന്. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുമെന്ന് ഉമ്മാന്റെ ചോദ്യത്തിൽ നിന്നും അതിനുള്ള ഹബീബിന്റെ മറുപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതും വഹി അനുസരിച്ച് ഉരുവിട്ടതാണല്ലോ ആ ദുആ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കൂല. അള്ളാഹു നിർദ്ദേശിക്കുന്ന ജിബ്രീൽ മുഖേന വഹി വരുന്നതനുസരിച്ചേ പറയൂ. അപ്പൊ അങ്ങനെയാണ് നബി തങ്ങൾ അത് പഠിപ്പിച്ചത്. വഹി അനുസരിച്ചാണെന്ന് വരുമ്പോൾ എന്ത് മനസ്സിലാക്കാം? അള്ളാഹുവിന് ഇഷ്ടമുള്ള ദുആയാണ് എന്നും മനസ്സിലാക്കാലോ. പിന്നെ അതിനു പുറമെ മഹദി ആയിഷയുമ്മ റളിയല്ലാഹു തആല അടക്കം സ്വഹാബത്തും താബിഊകളും ഇക്കാലം വരെയുള്ള മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഉരുവിട്ട ദുആയാണ്. അപ്പോൾ അതൊരു ബ്രാൻഡാണ്, അതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. ആയിഷയും റളിയല്ലാഹു തആല അൻഹയുടെ പുണ്യകർമ്മങ്ങളോടുള്ള ജാഗ്രതയും നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഇത്തരം പരിശുദ്ധ ദിവസങ്ങളിൽ ദുന്യാവ് ചോദിക്കുന്നതിനേക്കാളും നമ്മുടെ അടിമത്വവും നിസ്സാരതയും എളിമയും പ്രകടമാക്കി മാപ്പിനപേക്ഷിക്കുന്നതാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടവും അതാണ് നമുക്ക് ഉത്തമം എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പാപമോചനം തേടുന്നത് ദുന്യാവ് കിട്ടാൻ വലിയ കാരണവുമാണെന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പം ഇത് ചൊല്ലിയാൽ തന്നെ ആഖിറവും കിട്ടും, ദുന്യാവും കിട്ടും. മുഅ്മിനീങ്ങൾക്ക് രണ്ട് തരം പാപങ്ങളാണ് പ്രധാനമായും ഉണ്ടാവുക. ഒന്ന് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം വരുന്ന പാപങ്ങൾ, മറ്റൊന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ഉപേക്ഷിച്ചതിന്റെ പേരിലുള്ള കുറ്റങ്ങൾ. ആ രണ്ട് പാപങ്ങൾക്കുമാണ് ഈ പൊറുക്കാനുള്ള അപേക്ഷ നാം നൽകുന്നത്. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് എല്ലാം പൊറുക്കാനും മറക്കാനും കഴിയുന്നവനാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല. ഫർദ് നിസ്കാരങ്ങള്, ഫർദ് നോമ്പുകള്,
അതുപോലെ സക്കാത്ത് പോലുള്ളവയൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവയൊക്കെ നാം ഖലാ വീട്ടണം. എന്നാലും പലപ്പോഴും അവയൊക്കെ വീണ്ടെടുക്കാൻ കഴിയാതെ വന്നേക്കാം. വീണ്ടെടുത്താലും പരിപൂർണ തോതിലാവണമെന്നില്ല. അവിടെയൊക്കെ ഈ പരിശുദ്ധ ദുആ നമുക്ക് ഉപകാരപ്പെടും. അതും പരിശുദ്ധ റമദാനിലും നല്ല സ്ഥലത്ത് വെച്ചും സുജൂദിൽ അവയുടെ തസ്ബീഹുകൾക്ക് ശേഷവും തവാഫിലും ലൈലത്തുൽ ഖദറിലും ഒക്കെ ആവുമ്പോൾ കൂടുതൽ ഫലം ചെയ്യും. ആ ദുആയുടെ ഓഡിയോ നാം 2 ദിവസം മുമ്പ് അയച്ചിരുന്നു. അത് കേട്ട് അങ്ങനെ നമുക്ക് ചെല്ലാം. ഇത്തരം ദിക്റുകളുടെ ഒക്കെ ഓഡിയോകൾ നാം സൗണ്ടിൽ തുറന്നു വെച്ച് അവയോടൊപ്പം നാം ചൊല്ലുകയാണെങ്കിൽ നമുക്കൊപ്പം നമ്മുടെ പരിസരത്തുള്ള അത് കേൾക്കുന്ന എല്ലാ വസ്തുക്കളും ചൊല്ലും. ആ ബറക്കത്തും നമ്മുടെ വീട്ടിലും പരിസരത്തും ലഭിക്കും. നാം പാകം ചെയ്യുന്ന ഭക്ഷണങ്ങളിൽ ആ ബറക്കത്തുണ്ടാവും. കുഞ്ഞു മക്കൾക്ക് അതിന്റെ ബറക്കത്ത് ലഭിക്കും. വീട്ടിലുള്ള ആട്, കോഴി പോലുള്ള മൃഗങ്ങൾക്ക് അതിന്റെ ബറക്കത്ത് ലഭിക്കും. മൊബൈലിൽ ഓൺ ചെയ്ത് വെച്ച് മറ്റുള്ളവർ കേൾക്കുന്നത് പ്രശ്നമാകുന്ന സമയത്ത് ഇയർഫോണിലൂടെ കേട്ടതിന്റെ കൂടെയും നമുക്ക് ചെല്ലാവുന്നതാണ്. VLC പോലുള്ള ആപ്പിലൂടെ ചൊല്ലുമ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യാം. ആപ്പുകളൊക്കെ ഉണ്ടാക്കുന്നതിൽ കഴിവുള്ള പലരും നമ്മുടെ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടാവും. അവരൊക്കെ ഒന്ന് ശ്രമിച്ചാൽ നമ്മുടെ ഈ ഓഡിയോകളൊക്കെ ഒരു ആപ്പാക്കി മാറ്റിയാൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു അമലായി മാറും. ചുരുക്കത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പരിശുദ്ധ അവസാനത്തെ 10 ഒറ്റയായ രാത്രികളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഇത്തരം ദുആകൾ വർദ്ധിപ്പിക്കുകയും നിസ്കാരങ്ങളുടെ കാര്യം നന്നായി ശ്രദ്ധിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് തറാവിയൊക്കെ ഭംഗിയായി നിർവഹിക്കുക. എന്നാൽ വലിയ പുണ്യമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓഫർ ചെയ്ത് തന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവയൊക്കെ കൃത്യമായും ഭംഗിയായും ഇഖ്ലാസോടെ നിർവഹിക്കാനുള്ള വലിയ തൗഫീക്ക് നൽകട്ടെ. അതിന് നമുക്ക് മനസ്സ് നൽകട്ടെ. നമ്മുടെ ഖൽബുകളെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്ത് നൽകട്ടെ. മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് അല്ലാഹു നൽകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു തആല മാപ്പ് നൽകട്ടെ. എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനവും വിജയവും നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.